الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قد أفلح من زكاها وقد خاب من دساها. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا رب ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ സ്വഭാവ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസാരിക്കുവാനാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടാൻ ഒരു ചെറിയ കഥ പറഞ്ഞു തുടങ്ങാം. ഒരു കഥയാണെങ്കിലും പലപ്പോഴും പലരുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം സംഭവങ്ങൾ യാഥാർത്ഥ്യമായി സംഭവിച്ചിരിക്കാം. ഒരു നാട്ടില് ഏറെ പ്രശസ്തിയുള്ള സമ്പന്നനായ, ആ നാട്ടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ ഒരു വ്യക്തി. എല്ലാവർക്കും അയാളെ ഇഷ്ടമാണ്, അയാളെ തീരുമാനങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഒരു വിഷയത്തിൽ അയാൾക്കൊരു പ്രശ്നമുണ്ട്. തൊട്ടടുത്ത് താമസിക്കുന്ന സാധുവായ തൻ്റെ അയൽവാസിയുമായി വർഷങ്ങളായിട്ട് അയാൾ തെറ്റി നിൽക്കുന്നു. ബന്ധമില്ല, മിണ്ടൂല. പള്ളിയിലെ കമ്മിറ്റിയും മസ്ലഹത്ത് കമ്മിറ്റിയൊക്കെ, നാട്ടിലെ പ്രധാനപ്പെട്ട പ്രധാനികളൊക്കെ ഈ തെറ്റ് തിരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടും അതുമാത്രം അയാളിൽ ക്ലിയർ ആവണില്ല. അയാൾ പറയും, നിങ്ങൾ വേറെ എന്ത് വിഷയം എന്നോട് പറഞ്ഞോളി, ഈ ഒരു കാര്യം മാത്രം എന്നോട് പറയേണ്ടെന്നാണ്. അയാളുമായി നന്നാകാൻ എനിക്കൊരാഗ്രഹമല്ല, അയാളെ ഒരു സഹായവും എനിക്ക് വേണ്ട. ഇദ്ദേഹം ഇയാളുടെ ഭാര്യയോട് പറഞ്ഞു,
ഞാൻ മരിച്ചാല് നീ ആളുകളോട് പറയണം എന്റെ മയ്യത്ത് പോലും അയാൾക്ക് കാണിച്ചു കൊടുക്കരുത്. എന്റെ മയ്യത്ത് കാണാൻ ഈ വീട്ടിലേക്ക് അയൽവാസിയായ അയാൾ വരാൻ പാടില്ല. അത് നീ ആളുകളോട് പറയണം, അതെന്റെ ഒരു വസിയത്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അത്രയും വെറുപ്പാണ് അയാൾക്ക്. ഈ മനുഷ്യൻ, സമ്പന്നനായ മനുഷ്യന് തന്റെ ജോലി സ്ഥലത്ത് നിന്ന് ചെറിയൊരു നെഞ്ചുവേദന കാരണം വീട്ടിലേക്ക് വരികയാണ്. പക്ഷെ അയാളെ ഭാര്യ അപ്പൊ വീട്ടിലില്ല, ഡോറ് ലോക്കാണ്. അയാൾ ആ വാതിലിന്റെ അരികിൽ ബോധം കെട്ട് കുഴഞ്ഞു വീഴാണ്. പ്രിയപ്പെട്ടവരെ, അയാളെ കണ്ടത് ഒരാൾ മാത്രമാണ്, ഈ പാവപ്പെട്ടവനായ എന്റെ മയ്യത്ത് പോലും കാണിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞ ഈ അയൽവാസിയായ മനുഷ്യനാണ് അദ്ദേഹത്തെ കാണുന്നത്. അയാൾ ഓടിച്ചെന്ന ആ മനുഷ്യനെടുത്തിട്ട് തന്റെ വാഹനത്തിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. കാഷ്വാലിറ്റിയുടെ ഉള്ളിലേക്ക് ഡോക്ടർമാർ അയാളെ കൊണ്ടുപോയി. അല്പസമയം കഴിഞ്ഞ് ഒരു നഴ്സ് വന്നിട്ട് പറയാണ്, ഇയാളെ കൂടെ വന്ന ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. ഈ സാധുവായ ഈ മനുഷ്യൻ മടിച്ച് ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. കാരണം അല്ലെ, അദ്ദേഹത്തെ കാണുന്നത് അയാൾക്ക് ഇഷ്ടമല്ലല്ലോ, അത്രയും വെറുപ്പാണ്. മടിച്ച് ഇയാളെ ഡോക്ടറുടെ അടുത്ത് ചെന്നു. ഡോക്ടർ പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല, അല്ലെ, ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് വെള്ളം കൊടുക്കാൻ പറഞ്ഞു. വിറക്കുന്ന കൈകളോടെ ഒരു പഞ്ഞിയിൽ, ഒരു സ്പോഞ്ചിൽ ഇങ്ങനെ വെള്ളമാക്കിയിട്ട് അയാള് ഈ മനുഷ്യന്റെ ചുണ്ടിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. പാതി തുറന്ന കണ്ണുകൊണ്ട് ആ മനുഷ്യൻ ഇയാളെ നോക്കിയിട്ടുണ്ടാവും. ആരെ? താൻ മരിച്ചാലും എന്റെ മയ്യത്ത് കാണിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു വസിയത്ത് ചെയ്ത ആ വ്യക്തിയാണ് അവസാനമായി ഈ മനുഷ്യന്റെ ചുണ്ടിൽ, പ്രിയമുള്ളവരെ, വെള്ളം കൊടുക്കുന്നത്. അയാളെ കണ്ണുകളടച്ച് കൈകാലുകൾ ചേർത്ത് വെച്ച് കാലിന്റെ 2 വിരലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടി അയാളെ കുടുംബത്തിലേക്ക് ഇയാള് ഫോൺ ചെയ്തു പറയാണ്, മരിച്ചിട്ടുണ്ട്. ഞാനിത് പറഞ്ഞത്, പ്രിയപ്പെട്ടവർ, ഇതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാല്. നമ്മൾ എന്തൊക്കെ തീരുമാനിച്ചാലും എന്തൊക്കെ കണക്കാക്കി വെച്ചാലും അതൊന്നും നമ്മുടെ കൂടെ കിട്ടാത്ത ഒരു ദുരന്ത ഭൂമിയിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് നമ്മുടെ കൂടെയുണ്ട് എന്ന് വിചാരിക്കുന്ന ഒന്നും നമ്മുടേതല്ലാതായി മാറുന്നൊരു ദിവസം. കോടികളുടെ ആസ്തിയുണ്ടെങ്കിലും, ആരൊക്കെ സഹായിക്കാനുണ്ടെങ്കിലും, എന്തൊക്കെ നമ്മുടെ കൂടെയുണ്ടെങ്കിലും അതൊന്നും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെട്ടില്ലെന്ന് വന്നേക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനസ്സു നന്നാക്കാൻ വേണ്ടി നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടതുണ്ട്. ആരോടും പകയില്ലാത്ത, ഒരാളോടും വിദ്വേഷമില്ലാത്ത, ഒരാളോടും വെറുപ്പില്ലാത്ത, വാശിയോ വൈരാഗ്യങ്ങളോ ഇല്ലാത്ത നല്ല ഒരു ഹൃദയത്തിന്റെ ഉടമയാകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, ലോകം മുഴുവൻ വേണമെങ്കിൽ നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ ഒരു മനുഷ്യന്റെ മനസ്സിനെ നന്നാക്കിയെടുക്കുക എന്ന് അത്രയും പ്രയാസമുള്ളൊരു കാര്യം വേറെ ലോകത്തില്ല എന്നാണ്. ഒരു യുദ്ധം കഴിഞ്ഞ് പ്രവാചകരും സ്വഹാബത്തും ഇങ്ങനെ മടങ്ങി വരികയാണ്. ആ യുദ്ധത്തിന്റെ ഭയങ്കരമായ ക്ഷീണം സ്വഹാബാക്കൾക്കുണ്ട്. പരിക്ക് പറ്റിയവരുണ്ട്, മരണപ്പെട്ടവരുണ്ട്, പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. വല്ലാതെ തകർന്നിട്ടാണ്, നടക്കാൻ പോലും കഴിയാത്ത വിധമാണ് പ്രവാചകരും സ്വഹാബത്തും ആ യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുന്നത്. തന്റെ സ്വഹാബത്തിനെ നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, സ്വഹാബ, നിങ്ങൾ അല്പം വിശ്രമിച്ചോളി എന്ന് പറഞ്ഞു. അല്പം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. സ്വഹാബാക്കൾ ഇരുന്നിങ്ങനെ റെസ്റ്റ് എടുക്കാണ്. അല്പസമയം കഴിഞ്ഞപ്പോ എല്ലാവരെയും വിളിച്ചിട്ട് പ്രവാചകൻ പറയാ, ഇപ്പോ നമ്മൾ നടത്തിയ ഈ യുദ്ധത്തെക്കാൾ വലിയൊരു യുദ്ധത്തിലേക്കാണ് നമ്മുടെ യാത്ര എന്ന് പറഞ്ഞു. സ്വഹാബത്ത് പേടിച്ചുപോയി. ഇനിയൊരു യുദ്ധം, അത്രമാത്രം ക്ഷീണമുണ്ട്, പ്രയാസങ്ങളുണ്ട്.
ഇനിയൊരു യുദ്ധം എന്ന് സ്വഹാബാക്കൾ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തോട് പറയാ, സ്വഹാബ, ഈ യുദ്ധം ഒരു സൈന്യത്തോടുള്ള യുദ്ധമല്ല, പട്ടാളക്കാരോടുള്ള യുദ്ധമല്ല, വാളുപയോഗിച്ചുള്ള യുദ്ധമല്ല, സ്വന്തം മനസ്സിനോടുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിൽ നിങ്ങൾ വിജയിച്ചാൽ ബാക്കി മുഴുവൻ നിങ്ങൾ വിജയിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞുല്ലേ, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആത്മാവിനെ ആര് പരിശുദ്ധപ്പെടുത്തിയോ അവനതാ വിജയിച്ചിട്ടുണ്ട് എന്നാണ്. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ ആര് കളങ്കപ്പെടുത്തിയോ അവൻ പരാജയപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വലിയ റാഹത്തിലാണ്, നമ്മളൊക്കെ വലിയ ആശ്വാസത്തിലാണ്. എന്താണെന്നറിയോ? കുറെ നിസ്കരിക്കുന്നുണ്ട്, കുറെ നോമ്പെടുക്കുന്നുണ്ട്, ഇബാദത്ത് ചെയ്യുന്നുണ്ട്, കുറെ അമലുകളുണ്ടല്ലോ എന്നാണ്. പ്രിയപ്പെട്ടവരെ, കുറെ അമലുകൾ ഉണ്ട് എന്ന് കരുതിയാണ്ട് സ്വർഗത്ത് പോകാമെന്നൊരാളും വിചാരിക്കണ്ട. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തില്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ, സുഹൃത്തു ബന്ധങ്ങളിൽ ആരൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ, ആരൊക്കെയാണ് നമ്മുടെ മിത്രങ്ങളെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ വിശ്വസിക്കാത്ത ആളുകളിൽ നിന്ന് പോലും മോശപ്പെട്ട സ്വഭാവങ്ങൾ കാണുമ്പോൾ പലപ്പോഴും മനസ്സറിഞ്ഞ് സങ്കടപ്പെടാനേ പല ആളുകൾക്കും സാധിക്കാറുള്ളൂ. ചില ആളുകളൊക്കെ പറയുന്നത് പോലെ കാണാൻ പുറത്തൊക്കെ നല്ല ഭംഗിയുണ്ടെന്ന്, നിസ്കാരങ്ങളിലും ദീനി ചിട്ടകളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ഭംഗിയാണ്. ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ജീവിതം അയാൾ കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ ആരും കാണുകയോ കാണിക്കുകയോ ചെയ്യാൻ സാധിക്കാത്ത സ്വന്തം ഹൃദയത്തെ ഒരു വൃത്തികെട്ട വസ്തുവായി കൊണ്ട് നടക്കുന്ന പലരും പ്രിയമുള്ളവരെ ഇന്ന് മുസ്ലിം സമൂഹത്തിലുണ്ട്. പകയും വെറുപ്പും വിദ്വേഷവും അഹന്തയും അഹങ്കാരങ്ങളും പൊങ്ങച്ചവും പുച്ഛവും ഏഷണയും പരദൂഷണവും എന്നുവേണ്ട നിരവധി മലിനമായ ദുസ്വഭാവത്തിലൂടെയാണ് നമ്മിൽപ്പെട്ട പല ആളുകളുടെയും മനസ്സ് പ്രിയമുള്ളവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച ഖുതുബകൾ കേട്ടിട്ടും ഇസ്ലാമികമായ ചിട്ടകൾക്കും നിയമങ്ങൾക്കും അനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി പഠിച്ചിട്ടും ഇസ്ലാമിക ആദർശങ്ങളെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും ഇപ്പോഴും മനസ്സിനെ വൃത്തികെട്ട ഒരു മനസ്സുമായി കൊണ്ടു നടക്കുന്ന പല ആളുകളുണ്ട്. അത്തരം ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞ എന്താണെന്നറിയോ? സുമ്മ ഖസത് ഖുലൂബുഹും മിൻ ബഅദി ദാലിക്. എത്ര തന്നെ അല്ലാഹുവിന്റെ വചനങ്ങൾ തുടർച്ചയായി അവർ കേട്ടാലും എങ്ങനെ ജീവിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ അതികഠിനമായ തീകുണ്ടാരമാണ് എന്നൊക്കെ 1000 വട്ടം അവർ തന്റെ കാതുകളിലൂടെ, ഖുതുബകളിലൂടെ, പ്രസംഗങ്ങളിലൂടെ, ക്ലാസുകളിലൂടെ അവർ കേട്ടിട്ടും പ്രവാചകരെ സുമ്മ ഖസത് ഖുലൂബുഹും മിൻ ബഅദി ദാലിക്, അതിനുശേഷവും അവരുടെ ഹൃദയം കടുത്തുപോകുമെന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഏതുപോലെ ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ, ഒരു ഉറച്ച പാറക്കല്ലിനെ പോലെ, അല്ലെങ്കിൽ അതിനേക്കാളും ശക്തിയേറിയ ഉറച്ചു പോകുന്ന രീതിയിൽ അവരുടെ മനസ്സുകൾ കഠിനമായി പോകുമെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പ്രിയമുള്ളവരെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനടക്കമുള്ള നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഇത്രമാത്രം അല്ലാഹുവിന്റെ വചനങ്ങൾ കേട്ടിട്ടും നാളെ പടച്ച റബ്ബ് നമ്മളെ തിരിച്ചു വിളിക്കുമ്പോ ആ മരണത്തിന്റെ മുമ്പിൽ ആശ്വാസത്തോടെ, പുഞ്ചിരിയോടെ, സന്തോഷത്തോടുകൂടി പടച്ച റബ്ബിനെ കാണാൻ എനിക്ക് സാധിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു വസ്തുത എന്താണെന്നറിയോ? നമ്മുടെ നെറ്റിത്തടത്തിലെ നിസ്കാര തയമ്പിനേക്കാൾ, നമ്മൾ ധരിച്ച ഇസ്ലാമികമായ വസ്ത്രത്തെക്കാൾ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ധരിച്ചിട്ടുള്ള സലഫി മഫ്തയേക്കാൾ, ഞാൻ ഓതി തീർക്കുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തുകളേക്കാൾ നാളെ റബ്ബിന്റെ കോടതിയിൽ അല്ലാഹു വെറുത്തവനായ വിഭാഗത്തിൽപ്പെട്ട് നിന്ദ്യനും മോശക്കാരനുമായി അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരുമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. കാരണം പല ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ ദുനിയാവിലൊക്കെ ഭയങ്കര ഉഷാറാണെന്നാണ്, ആരാധനാ കർമ്മങ്ങളിൽ അവൻ സേട്ടനാണ്, അവ്വൽ വക്തിന് അവൻ പള്ളിയിലുണ്ടാവും, സുബൈക്ക് അവൻ പള്ളിയിലുണ്ടാകും, ഏത് കർമ്മങ്ങളിലും ദഅ്വാ പ്രവർത്തനങ്ങളിലും അയാൾ സജീവമായിട്ട് മുമ്പിലുണ്ടാവും. പക്ഷേ അയാളുടെ മനസ്സിന്റെ നന്മയില്ലായ്മ, അത്തരക്കാരെ
അള്ളാഹുവിന്റെ നരകത്തിന്റെ അവകാശികളാക്കി തീർക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. മുൻഗാമികളായ ആളുകളെ അള്ളാഹു ശപിക്കാനും വെറുക്കാനുമുള്ള കാരണത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത് അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ആരെയാ മനുഷ്യരെ നിങ്ങൾ കാത്തിരിക്കുന്നത്? അള്ളാഹുവിനെ കുറിച്ചൊന്ന് ചിന്തിക്കാനും സ്വന്തം ഹൃദയത്തെ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി കൊണ്ടൊന്ന് കിടുകിടാവിറക്കാനും. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. അള്ളാഹുവിന്റെ വേദനന്ദത്തിലേക്കും അവന്റെ ദിക്റിലേക്കും ഒന്ന് മടങ്ങാൻ ആരെയാ മനുഷ്യരെ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിച്ചതിന് ശേഷം അല്ലാഹു തആല പറയാ, വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ല. നിങ്ങളുടെ മുൻഗാമികളെ പോലെ വേദം നൽകപ്പെട്ട ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് സംഭവിച്ച അബദ്ധമുണ്ടല്ലോ, ആ അബദ്ധം വലാ തകൂനു, ഒരിക്കലും നിങ്ങൾ ആ വിഭാഗത്തിൽ വിട്ടുപോകാൻ പാടില്ല. എന്തേ അവർക്ക് സംഭവിച്ചത്? ഫതോല അലൈഹിമുൽ അമദു, അള്ളാഹുവിന്റെ വേദനന്തമനുസരിച്ച് ഒരുപാട് കാലം ജീവിക്കാൻ അള്ളാഹു അവർക്ക് അവസരം കൊടുത്തു. അള്ളാഹു തആല ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോഴും എങ്ങനെ ജീവിക്കണം, മനസ്സ് ശുദ്ധമാക്കണമെന്നൊക്കെ അള്ളാഹു തആല പഠിപ്പിക്കുമ്പോഴും, പ്രിയമുള്ളവരെ, 6 അടി മണ്ണിലേക്ക് വെക്കുമ്പോ ഹൃദയത്തിന്റെ നന്മ നോക്കിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും സ്വീകരിക്കുക എന്നൊക്കെ അവർ പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും അവിടെ എന്ത് ചെയ്തു അറിയോ? ഫഖസത ഖുലൂബുഹും എന്നാണ്. പ്രവാചകരെ, അവരെ മനസ്സ് കടുത്തുപോയി എന്നാണ്. മാറാൻ അവർ തയ്യാറായില്ല. പേരിന് അവർ മതവിശ്വാസിയായിട്ട് അവർ കൂടും, പേരിന് അവർ ആരാധനാ കർമ്മങ്ങളോട് നിർവഹിക്കും, അവരുടെ ആരാധനകൾക്കും അവർ നിർവഹിക്കുന്ന ദീനീ ചിട്ടകൾക്കും യാതൊരു വിധത്തിലുള്ള ഇഖ്ലാസും ഇല്ലായിരുന്നു എന്ന് നാളെ ആഖിറത്തിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് ആ ഒരു കാര്യത്തെ പറ്റിയാണ്. നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞെന്താ അല്ലെ, ആള് വലിയ ദീനിയാണ് അറിയും അല്ലെ, ആളൊക്കെ ഭയങ്കര ദീനിയാണ്, അവല് ഭക്തിന് പള്ളിയിലൊക്കെ ഉണ്ടാവും. പക്ഷെ സ്വഭാവം വളരെ വൃത്തികെട്ട സ്വഭാവമാണ്. ഒരു മനുഷ്യനെ കണ്ടാൻ മുണ്ടൂല, ആളുകളോടൊന്നും ചിരിക്കൂല, സലാം പറയൂല. അയാള് അല്ലെ പ്രവർത്തനങ്ങളിലൊക്കെ അയാളുണ്ടാവും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മനസ്സ് ശരിയില്ലാത്ത പ്രവർത്തനങ്ങളോ ആളുകൾ കാണാനുള്ള ഇബാദത്തുകളോ ആളുകളെ കാണിക്കാനുള്ള മതചിഹ്നങ്ങളോ അല്ല പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്ക് വേണ്ടത്. മറിച്ച് ലോകത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയതുപോലെ ഉള്ളിൽ കിടക്കുന്ന ആ പച്ച ഇറച്ചിണ്ടല്ലോ, ഖൽബ് എന്ന് അറബിയിൽ പറയും, ഖൽബ് എന്ന് അറബിയിൽ പറയും, മനസ്സ് എന്ന് സാഹിത്യകാർ പറയും, ഹൃദയമെന്ന് നമ്മുടെ ഭാഷയിൽ നമ്മൾ വിളിക്കുന്ന ആ ഹൃദയം, അത് നന്നാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, മരിച്ചു കിടക്കുമ്പോ ആ മനസ്സ് കാണാത്ത ആയിരങ്ങൾ വരും നിസ്കരിക്കാൻ. നമ്മുടെ മനസ്സറിയാത്ത ആയിരങ്ങൾ നിസ്കരിക്കാൻ വരും. ഓന്റെ പേരും ഓന്റെ പെരുമയും അവൻ സമൂഹത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കും. പക്ഷേ അയാളെ മനസ്സ് പകയും അഹങ്കാരവും വിദ്വേഷവും ദേഷ്യവും ഗീബത്തും നമീമത്തുമായിട്ടുള്ള മനസ്സുമായിട്ടാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ, നമ്മളെ കുറിച്ച് ആയിരങ്ങൾ നല്ലത് പറഞ്ഞോട്ടെ, പക്ഷെ ആ മരിക്കുന്ന മനുഷ്യന്റെ മനസ്സ് ഇത്തരത്തിലുള്ള മനസ്സാണെന്നുണ്ടെങ്കിൽ ഒരു മലക്ക് പോലും നിങ്ങളെ മയ്യത്ത് കൊണ്ടുപോകാൻ വരൂല എന്നാണ്. ഒരു മലക്ക് പോലും നിങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കൂല. ഒരു പക്ഷേ നാട്ടുകാർക്കിടയിൽ കോടികളെ വില ഉണ്ടാവും നമുക്ക്. അള്ളാന്റെ അടുത്ത്, അള്ളാഹുവിന്റെ അടുത്ത്, മലക്കുകളുടെ അടുത്ത് ഒരു നയാ പൈസന്റെ വില നമ്മൾ ആരും കാണണ്ട. അതുകൊണ്ട് ഉള്ളിൽ കിടക്കുന്ന ആ സ്വന്തം നഫ്സിനെ തൊട്ട് പ്രിയപ്പെട്ടവർ നമുക്ക് പറയാൻ പറ്റണം, ഞാൻ നല്ലൊരു മനുഷ്യനാണ്. ഓരോ വക്തിലും അള്ളാഹുവിന്റെ മുമ്പിൽ പ്രിയമുള്ളവരെ നെറ്റിത്തടം വെക്കുമ്പോ, സുജൂദ് ചെയ്യുമ്പോ, 2 കൈകളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോ നമുക്ക് പറയാൻ പറ്റണം, അറിഞ്ഞുകൊണ്ട് ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല.
ഒരാളോടും ഒരു പകയോ ഒരു ദേഷ്യമോ ഒരു വൈരാഗ്യമോ ഒന്നും എന്റെ മനസ്സിൽ ഞാൻ കൊണ്ടു നടന്നിട്ടില്ല എന്ന്. അല്ലെ, ജനങ്ങളെ കാണുമ്പോൾ ഒരു സ്വഭാവം, അല്ലെ, കാണാത്ത സമയത്ത് വേറൊരു സ്വഭാവവും ഞാൻ കാണിക്കാറില്ല. ഒരു അനീതിയും ഒരു അക്രമവും ഒരു മുനാഫിക്കിന്റെ ഒരു സ്വഭാവവും ഞാൻ കാണിച്ചിട്ടില്ല റബ്ബേന്ന്. അല്ലെ, പേരിനും പെരുമക്കും പ്രശസ്തിക്കും വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് സ്വന്തം ഹൃദയത്തിന്റെ നന്മ, ആ നന്മ പ്രഖ്യാപിക്കാൻ മരണത്തിന്റെ മുമ്പ് നമുക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, മരിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ നമ്മെപ്പറ്റി നല്ലത് പറഞ്ഞാലും അതുകൊണ്ട് ഒരു ഗുണവും അള്ളാഹുവിന്റെ കോടതിയിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടാനില്ല. ആളുകൾ നമ്മളെ പ്രശസ്തി അങ്ങനെ പറയുണ്ടാവും, മരിച്ചു കഴിഞ്ഞാലും മാസങ്ങളോട് സംസാരിക്കും. പക്ഷെ റബ്ബിന്റെ അടുത്ത് നമ്മൾ ഒരു വിലയും നമ്മൾ കാണണ്ട. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ശുദ്ധമാക്കാൻ പ്രിയപ്പെട്ടവർ നമ്മൾ തയ്യാറാവുക. ഒരു സ്വഹാബി സ്വർഗത്തിലാണെന്ന് പ്രവാചകൻ പറഞ്ഞല്ലോ. എന്തേ അയാള് സ്വർഗത്തിലാന്ന് പറയാൻ കാരണം? അല്ലെ, ആ സ്വഹാബി സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ അമല ചെയ്യുന്നുള്ളൂ. പക്ഷെ പ്രവാചകൻ അയാളെ കുറിച്ച് അയാൾ സ്വർഗത്തിലാന്ന് പറയാനുള്ള കാരണം എന്താ? അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്നും രാത്രിയിലെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ആലോചിക്കും, ഇന്ന് ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല എന്ന് ഉറപ്പുവരുത്തും. ഉണ്ടെങ്കിൽ ഞാൻ പോയിട്ട് സലാം പറഞ്ഞ ആ പ്രശ്നം അവിടെ തീർക്കും. എന്നിട്ട് ഞാൻ ഓരോ രാത്രിയും കിടന്നുറങ്ങാറുള്ളൂ എന്ന്. അതാണ് പ്രവാചകൻ ആ സ്വഹാബി സ്വർഗത്തിലാന്ന് പറയാനുള്ള കാരണം. പ്രിയപ്പെട്ടവർ, എങ്ങനെ പ്രഖ്യാപിക്കാൻ നമുക്ക് പറ്റണം? ഒരു മനുഷ്യനോടും ഒരു ദേഷ്യമോ വാശിയോ വൈരാഗ്യോ ഒന്നും എൻ്റെ ജീവിതത്തിലില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റണം. അങ്ങനെ മരിച്ചാൽ നമുക്ക് സ്വർഗ്ഗമാണ്. അല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, കത്തിജ്വലിക്കുന്ന നരകത്തിലേക്കാണ് നമ്മുടെ പ്രവേശനമെന്നത് നമ്മൾ ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിനെ എല്ലാ ശർറിനെ തൊട്ടും കാക്കുമാറാകട്ടെ. നമ്മുടെ മനസ്സ് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم استغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറു മാ യദ്ഖുലുൻ നാസു അൽ ജന്ന, മനുഷ്യരിൽ നിന്ന് അധികം ആളുകളും സ്വർഗത്തിലേക്ക് പോകാനുള്ള കാരണം എന്തെന്നറിയും? തഖ്വല്ലാഹി വഹുസ്നുൽ ഖുൽഖ്. ഒന്ന് അല്ലാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതയും വഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഖുതുബ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന് ചില മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഇന്നത്തെ ഖുതുബ കൊണ്ട് നമുക്കൊരു ഗുണമില്ല. വെറുതെ ഇരുന്ന് വന്നു എന്നല്ലാതെ ഒരു ഗുണവും നമ്മുടെ ജീവിതത്തിൽ ഇതുകൊണ്ട് കിട്ടാനില്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള ഇസ്ലാമിന്റെ അധ്യാപനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊക്കെ പറയുന്നൊരു വാക്കെന്താ നിങ്ങൾ? നമ്മളൊക്കെ പറയാ, അല്ലേ, ഞാൻ പൊതുവെ കുറച്ച് ദേഷ്യക്കാരനാണെന്ന്. പൊതുവെ ദേഷ്യക്കാരനാണ്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അല്ലെ, പ്രഷർ കൂടിയാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടൂല എന്നാണ്. അതെനിക്ക് ജന്മനാ, അല്ലെ, പാരമ്പര്യമായി കിട്ടിയ സ്വഭാവമാണെന്നറിയാം. ഇതാണ് പല ആളുകളുടെയും, അല്ലെ, ഇത്തരം വിഷയങ്ങളിലുള്ള നിലപാട് എങ്ങനെയാണ്? ഒരു സ്വഭാവം പ്രിയപ്പെട്ടവരെ മാറ്റേണ്ടതായിട്ടുണ്ട് എങ്കിൽ അത് മാറ്റുക എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. നമ്മളെക്കാൾ പരുക്കൻ സ്വഭാവമുണ്ടായിരുന്ന ജാഹിലിയത്തിലെ അറബികള്, അല്ലെ, സഹജീവികളോട് കാരുണ്യം കാണിക്കാത്തൊരു സമൂഹം, പരസ്പരം സംസാരിച്ചാൽ വാളെടുത്ത സമൂഹമാണ്. ഒരു നിസ്സാരമായ പ്രശ്നത്തിന് തന്റെ വീട്ടിലെ ഒട്ടകം തൊട്ടടുത്ത വീട്ടിലൊരു മരത്തുനിന്ന് ഒരു ഇല കടിച്ചതിന്റെ പേരിൽ വർഷങ്ങൾ മാസങ്ങൾ യുദ്ധം ചെയ്ത ആൾക്കാരാണ്. അങ്ങനത്തെ ഒരു സമൂഹത്തെ, അല്ലെ, വിശുദ്ധ ഖുർആൻ മാറ്റിയത് എങ്ങനെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലം കൊണ്ട് ആ സമൂഹത്തെ മാറ്റിയിരിക്കുകയാണ്. അത് ഖുർആനാണ്. കാട്ടിലെ ചെന്നായ എന്ന പേരിൽ അറിയപ്പെട്ട ബറാ ഇബ്നു ആസിം എന്ന സ്വഹാബിയുടെ ഹൃദയത്തെ മാറ്റിയത് വിശുദ്ധ ഖുർആനാണ്. ഉക്കാള ചന്തയിൽ പോക്കിരിയായി കടന്നു വന്നിരുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയുടെ മസ്ജിദുൻ നബവിയിൽ സുബഹി നിസ്കാരം കരഞ്ഞുകൊണ്ട് നിർവഹിക്കുമാറ്
അത്രയും ലളിതമായ സ്വഭാവത്തിന്റെ ഉടമയായി മാറിയത് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ കൃത്യമായിട്ട് പഠിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു സ്വഭാവം നമ്മിൽ മാറ്റേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ പ്രിയമുള്ളവരെ നമ്മൾ തയ്യാറാകുന്നുള്ളത് തന്നെയാണ്. അത്തരമൊരു വിശ്വാസത്തോടു കൂടിയാവണം ഇന്നത്തെ ഖുതുബ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോകേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുറൈറ ചോദിക്കണത് പറയാണ്, അലൈക ബിഹുസ്നിൽ ഖുൽഖി യാ അബൂ ഹുറൈറ. പ്രവാചകൻ അബൂ ഹുറൈറയോട് പറയാണ്, അബൂ ഹുറൈറ സൽസ്വഭാവത്തിൽ പെരുമാറുന്ന നിനക്ക് നിർബന്ധാണ്. രണ്ടു വട്ടം പ്രവാചകൻ ആവർത്തിച്ചു പറഞ്ഞു, അലൈസ ബിഹുസ്നിൽ ഖുൽഖി യാ അബൂ ഹുറൈറ. അബൂ ഹുറൈറ ചോദിക്കാൻ അല്ലാഹുവിന്റെ റസൂലേ, വമാ ഹുസ്നുൽ ഖുൽഖി യാ റസൂലല്ലാഹ്, എന്താ ഈ സൽസ്വഭാവം എന്ന് പറഞ്ഞാല്? സൽസ്വഭാവം എന്താന്ന് ചോദിച്ചു. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി എന്താ അറിയോ? ഒന്ന് പറഞ്ഞത് തസ്വിൽ മൻ ഖതഅക്, നിന്നോട് ഇങ്ങോട്ട് ബന്ധം മുറിച്ച ആളുകളുണ്ടല്ലോ, ഇങ്ങോട്ട് ബന്ധം മുറിച്ച ആളുകൾ അവരുടെ അടുത്ത് അങ്ങോട്ട് പോയിട്ട് ബന്ധം ചേർക്കാൻ. നമ്മളെന്താ പറയാ, ഓണല്ല ബന്ധം മുറിച്ചത്, ഓണല്ല ആദ്യം പ്രശ്നം ഉണ്ടാക്കിയത്, ആദ്യം ഓൻ വന്ന് മാപ്പറയട്ടെ എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഇങ്ങോട്ട് നിന്നോട് ബന്ധം മുറിച്ച ആളോട് അങ്ങോട്ട് പോയിട്ട് ബന്ധം ചേർക്കുക, അതാ സൽസ്വഭാവം എന്ന് പറഞ്ഞാല്. രണ്ടാമത് പറഞ്ഞു വതുഅതി ഹറമക്, നിനക്ക് തരാതെ തടഞ്ഞു വെച്ചോണില്ലേ അവൻ അങ്ങോട്ട് കൊണ്ടേ കൊടുക്കുക. നമ്മളെന്താ പറയാ, ഓൾ ഇങ്ങോട്ടൊന്നും തരുന്നില്ലല്ലോ എന്ന്, പിന്നെ ഇതിനപ്പം അങ്ങോട്ട് കൊണ്ടേ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പ്രവാചകൻ പറഞ്ഞത് ഇങ്ങോട്ട് തരാതെ തടഞ്ഞു വെച്ച ആൾക്ക് അങ്ങോട്ട് കൊണ്ടേ കൊടുക്കുക, അങ്ങനെ ബന്ധം ചേർക്കുക, അതാണ് സൽസ്വഭാവം. മൂന്നാമതായി പ്രവാചകൻ പറയാണ് വഖഅഫു അമ്മൻ ളലമക്, നിന്നോട് ഇങ്ങോട്ട് അക്രമം കാണിച്ച ഒരാൾക്ക് മാപ്പ് കൊടുക്കുക. ഇങ്ങോട്ട് അക്രമം കാണിച്ച ആൾക്ക് മാപ്പ് കൊടുക്കുക. 3 പോയിന്റാണ് പ്രവാചകൻ അബൂ ഹുറൈറക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഭാഷയെ പറഞ്ഞ ഇതൊന്നും സൽസ്വഭാവമല്ല. നമ്മൾ പറയാ ആദ്യം ഓൻ വന്ന് സലാം പറയട്ടെ. തൊട്ടടുത്ത ഒരു മതിലിന്റെ അപ്പുറത്തുള്ള ജ്യേഷ്ഠനുമായി കൊണ്ട് പണങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്. ഏതുവരെ എന്നറിയോ? അവസാനം ജ്യേഷ്ഠൻ മരിച്ച് മയ്യത്തായി ഇങ്ങനെ കിടക്കുമ്പോ ഇങ്ങനെ കയറി ചെല്ലും. അതുവരെ ഒരു ബന്ധമല്ല, ഒരു മതിലിന്റെ അപ്പുറത്തിന് ഒരു ബന്ധമല്ല. ഇങ്ങോട്ട് ഇങ്ങനെ കയറി ചെല്ലും മയ്യത്ത് കാണാൻ വേണ്ടിയിട്ട്. ആ മയ്യത്ത് കണ്ടിട്ട് കരയാണ്. ആ കരച്ചിൽ കൊണ്ട് എന്ത് കാര്യമുള്ളത്? അത്രയും മരണം വരെ മിണ്ടാതെന്ന് കണ്ട് അവസാനം പ്രിയമുള്ളവരെ മരിക്കുന്ന സമയത്ത് ആ കണ്ണുനീര് കൊണ്ട് എന്തുപകാരമുള്ളത്? അതുകൊണ്ട് ബന്ധങ്ങൾ പ്രിയമുള്ളവരെ നന്നാക്കാൻ നമുക്ക് സാധിക്കണം. ആരുമായിട്ടാണ് നമുക്ക് പിണക്കുള്ളത്, ആ പിണക്ക് നമുക്ക് തീർക്കാൻ പറ്റണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരിക്കല് യുജാലിസിനൽ യൗമ ഖാത്തിഉർ റഹീം എന്നാണ്. കുടുംബ ബന്ധം മുറിച്ച ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ എണീറ്റ് പോകണമെന്നാണ്. ഇപ്പൊ ഞാൻ ഈ മിമ്പറുമെന്ന് പറയാണ്, കുടുംബ ബന്ധം മുറിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ എണീറ്റ് പോകണം എന്ന് പറഞ്ഞാല് ആരും എണീറ്റ് പോവില്ല. നമുക്ക് പറയാൻ വേണ്ടിയാണ്. ഒരു സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ സദസ്സിനാണ്ട് എണീറ്റിട്ട് പോയി. തന്റെ മാതൃ സഹോദരിയുമായി കൊണ്ട് ആ സ്വഹാബി പിണക്കത്തിലായിരുന്നു. ആ പിണക്കം പോയി തീർത്തിട്ട് വീണ്ടും ആ സദസ്സിക്ക് വന്നിരുന്നു. സ്വഹാബിനോട് ചോദിക്കാണ് എന്തെങ്കിലും ഇറങ്ങിപ്പോയി പോകാനുള്ള കാരണം എന്ന് ചോദിച്ചു. അപ്പോ ഇത്രയും ഗൗരവമായി കൊണ്ടത് പറയാനുള്ള കാരണം എന്താ അറിയോ? പ്രവാചകൻ പറയാണ്, കുടുംബ ബന്ധം മുറിച്ച ആളുകൾ ഇരിക്കുന്ന സദസ്സിലേക്ക് റഹ്മത്തിന്റെ മലക്ക് വരൂല എന്നാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ കാരണം ഈ സദസ്സിലേക്ക് റഹ്മത്തിന്റെ മലക്ക് വന്നോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പൊ ഞാൻ ബന്ധം മുറിച്ചിട്ടാണ് ഈ ഒരു ഖുതുബ നിർവഹിക്കുന്നതെങ്കിൽ ഈ സദസ്സിൽ ആരില്ല? റഹ്മത്തിന്റെ മലക്കില്ല എന്നതിന്റെ അർത്ഥം. നമ്മൾ കാരണം ഈ ഒരു മഹത്തരമായ ഒരു ജുമുഅയുടെ സദസ്സിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് ഇല്ല എന്നാലോചിച്ചു. ഞാൻ കാരണം അല്ലെങ്കിൽ നിങ്ങൾ കാരണം, എത്ര ഗൗരവമുള്ള വിഷയ. അതുകൊണ്ട് ആ സ്വഹാബി ഇറങ്ങിപ്പോയത്. ബന്ധം നന്നാക്കി തിരിച്ചു വരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങളൊക്കെ നന്നാക്കിയെടുക്കാൻ നമുക്ക് പറ്റണം. നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിലൊക്കെ പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ പൊരുത്തപ്പെടിക്കുക. അതാണ് ഇന്നത്തെ ഖുതുബ കഴിഞ്ഞ് പ്രിയമുള്ളവർ നമ്മൾ ചെയ്യേണ്ടത്. ഇല്ല എങ്കിൽ ഈ ഖുതുബ കൊണ്ട് ഒരു കാര്യമില്ല. ഞാനിവിടെ പറഞ്ഞതും ഇത് കേട്ടത് കൊണ്ടൊന്നും ഒരു ഉപകാരവും നമുക്ക് ഇവിടെയോ നാളെ പരലോകത്തോ കിട്ടാനില്ല.
ആ നിലക്ക് ഇന്നത്തെ ഖുതുബയെ കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ള ബന്ധങ്ങളും നന്നാക്കിയെടുക്കുന്ന വിശ്വാസിനികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഅ്ഫിറത്തും റഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബത്തിൽ, സുഹൃത്തു ബന്ധങ്ങളിൽ, മഹല്ലിൽ അള്ളാഹു അവിടെ രോഗം ശിഫയായി കൊടുക്കുമാറാകട്ടെ. എല്ലാ മാരകമായ രോഗത്തിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين فانصرنا على القوم الكافرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اكفنا بحلالك عن حرامك وأغننا بفضلك عمن سواك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.